മന്നവും സമുദായവും മുൻകൈയെടുത്ത ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ പ്രതിജ്ഞയുടെ ആശയവും ആദർശവും ഏത് സംഘടനയുടെ ആദർശത്തോടും പ്രവർത്തന രീതികളോടുമാണ് ചേർന്ന് നിൽക്കുന്നത്. ഹിന്ദുക്കൾ ജാതീയമായി വിഘടിച്ചു നിൽക്കുന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിന് നല്ലതെന്ന് അന്നും ഇന്നും എന്നും ചിന്തിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സംഘങ്ങളോടാണോ, അതോ അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ലെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനകളോടാണോ? ഹിന്ദു സംഘടനക്കാരെ കണ്ടുകൂടാത്ത നായകന്മാരോട് ഉത്തരം തേടേണ്ടതും ഉത്തരം പറയിപ്പിക്കേണ്ടതും ഹിന്ദുക്കളായിട്ടുള്ള നായർ സമുദായാംഗങ്ങളാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. 1921 ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ ഹിന്ദുക്കൾ ഒരു ഗതിയും പരഗതിയുമില്ലാതെ പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥയിൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന മറ്റൊരു നായർ, അതായത് കെ മാധവൻ നായർ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നായരും നമ്പൂതിരിയും തീയനും ചെറുമനും യോജിച്ച് ഒരു കെട്ടായി നിന്നിരുന്നുവെങ്കിൽ അക്രമികളായ ലഹളക്കാരോട് ചെറുത്തു നിൽക്കാൻ ചിലയിടങ്ങളിലെങ്കിലും സാധിക്കുമായിരുന്നു. ഈ അസ്പൃശ്യത തുടർന്നാൽ ആപത്ത് കാലത്ത് തമ്മിൽ യാതൊരു സഹായമോ സഹകരണമോ ഇല്ലാതെ നമ്പൂതിരി നമ്പൂതിരിയുടെ വഴിക്കും നായർ നായരുടെ വഴിക്കും തീയൻ്റെ വഴിക്കും ചെറുമൻ്റെ വഴിക്കും കെട്ടും ഭാണ്ഡവും എടുത്ത് ഓടേണ്ടി വരുമെന്ന് മാത്രമല്ല, കാലക്രമേണ ഹിന്ദു സമൂഹം നാമാവശേഷമായി തീരുമെന്നുകൂടി ഓർക്കേണ്ടതാണ്. ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നയിലെ നായകന്മാർ പ്രത്യേകം പഠിക്കേണ്ടതുമാണ്.